ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായി കടലക്കറി ഉണ്ടാക്കാമെന്ന് കരുതി. പുട്ടും കടലക്കറിയും. അപ്പോൾ അതിനായി ഒരു സവാള, ഇഞ്ചി, തക്കാളി, മുളക് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉപ്പും കൂടെ ഇടണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഈ കുക്കറി വേവിച്ചെടുത്ത നമ്മുടെ കടലയിൽ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാല പൊടിയൊക്കെ ഇട്ട് അതിൽ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. രാവിലെ തന്നെ ചൂര മീനാണ് കിട്ടിയത്. അപ്പോൾ അത് വൃത്തിയാക്കി എടുത്ത് കുറച്ച് മാങ്ങയും മുരിങ്ങക്കായും മുളകും കൂടെ അരിഞ്ഞെടുത്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെയാണ് മീൻകറി വയ്ക്കുന്നത്. മാങ്ങ, മുരിങ്ങക്ക, തക്കാളി ഇതൊക്കെ ഇടും. ഞാൻ അതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് അതൊന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അത് കുറച്ചെടുത്ത് വറുക്കുകയും കൂടെ ചെയ്തു. പിന്നെ അവിയലുണ്ടാക്കാമെന്ന് കരുതി അതിലേക്ക് കുറച്ച് അരപ്പും തയ്യാറാക്കി കുറച്ച് അതിൽ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് അതവിടെ നിന്ന് വെന്തോളും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉടനെ കഴുകി വൃത്തിയാക്കിയിരുന്നു. അപ്പോഴപ്പോഴുള്ള പാത്രങ്ങൾ അപ്പോഴപ്പോൾ കഴുകിയില്ലെങ്കിൽ പിന്നെ കുന്നുകൂടി കിടക്കും. പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തിട്ട് റെഡിയാക്കി വെച്ചു. പിന്നെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണമായിരുന്നു. അതിൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്ത് അപ്പോഴത്തേക്കും നമ്മുടെ കറികൾ റെഡി ആയിക്കോളും. അവിയൽ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ മീൻ കറിയും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴാണ് നല്ല ചേമ്പ് തോരൻ വയ്ക്കാമെന്ന് കരുതിയത്. ചേമ്പിലെ തോരൻ വയ്ക്കുന്ന ചേമ്പാണിത്. വൈറ്റമിൻ എ ഒക്കെയുള്ള ധാരാളം അടങ്ങിയിരിക്കുന്ന ചേമ്പിലയിലാണ്. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ആണ് ചേമ്പില. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. 5 മിനിറ്റിനുള്ളിൽ 1 മിനിറ്റ് പോലും വേണ്ട, നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ മിക്സിയിലിട്ട് ഞാൻ ചേമ്പിലയെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതാ കണ്ടില്ലേ. പിന്നെയും കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. അതിലൊരു സവാളയും കൂടെ ഇട്ട് ഞാൻ വീണ്ടും അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഉഴുന്ന് ചേർക്കും. ഉഴുന്ന് ചേർത്താണ് ചേമ്പില തോരൻ വെക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് ചെറിയ ബ്രൗൺ കളറാവണം. അപ്പോഴത്തേക്കും നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പില തോര ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് അതവിടെ ആവിയിലിരുന്ന് വെന്തോളും. നന്നായി ഒന്ന് എണ്ണയിൽ കിടന്ന് ഉഴുന്നിൽ കൂടെയും കിടന്ന് നല്ലോണം വാഴണം. ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ മതിയാവും. പക്ഷെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം, നല്ല ഇളക്കി കൊടുക്കണം. എന്നിട്ട് അടുപ്പ് വെച്ച് മൂടി വേവിച്ചെടുത്ത് നമ്മുടെ അരപ്പ് കൂടി ഇതിലൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ മുറ്റത്ത് പുല്ലുകൾ മുളച്ച് വരികയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പിഴുത് കളഞ്ഞ് മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിരുന്നു. അത് ഒരുപാടായാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു. പിന്നെ വൈകിട്ട് തിരുവനന്തപുരം വരെ പോകണമായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ അതിലേ വരികയായിരുന്നു. രാത്രി ഭക്ഷണം വെളിയിൽ നിന്ന് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ അവിടെയൊക്കെ നല്ല റോഡ് പണിയൊക്കെ നടക്കുകയായിരുന്നു. നമ്മൾ ആറ്റിങ്ങലെത്താറായിരുന്നു. അതുവഴിയായിരുന്നു പൊക്കോണ്ടിരുന്നത്. അപ്പോൾ ശരവണ ഭവനിൽ കയറി മസാല ദോശ കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ശരവണ ഭവനിലെ മസാല ദോശയും കഴിച്ചു. നല്ല ഭക്ഷണമായിരുന്നു.